അഗ്നിസാക്ഷി ഭാഗം 29. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ കാശി സ്തംഭിച്ച് നിന്നുപോയി. പിറകിലേക്ക് വീച്ചുപോയ അവനെ അനന്ത് പിടിച്ചു. അവിടേക്ക് വന്ന വീണയും എല്ലാം കേട്ട് സ്തബ്ധയായി നിന്നു. പാറു, കാശി കൂൾ, താനവിടെ ഇരിക്കേ. അനന്ത് അവനെ പിടിച്ച് കസേരയിലിരുത്തി. എൻ്റെ പാറു, അവളുടെ രോഗം ചികിത്സിച്ച് മാറില്ലേ? അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ. എനിക്കെൻ്റെ പാറുവിനെ വേണം. അവൻ അനന്തുവിൻ്റെ കൈപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാശി, താനിങ്ങനെ ഇമോഷണൽ ആവാതെ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ബട്ട് അതുകൊണ്ടൊന്നും ഇത് പൂർണ്ണമായി മാറില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ്. പക്ഷേ അതിനെപ്പറ്റി ഒരു ഡോണറെ കിട്ടുക കുറച്ച് പ്രയാസമാണ്. അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയറാണല്ലോ. അവളുടെ കണ്ടീഷനെക്കുറിച്ച് ഒരിക്കൽ ഡോക്ടറും ഞങ്ങളും കൂടി സംസാരിക്കുന്നത് അവൾ കേട്ടു. ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾ അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കണേ ഇങ്ങോട്ട് വന്നത്. ഒരു ദിവസം കാശിനാഥൻ്റെ ഭാര്യയായി നിന്നോടൊപ്പം കഴിയണമെന്നത്. അതിനുവേണ്ടിയാണ് അവൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയതും. അനന്ത് പറഞ്ഞത് കേട്ട് കാശിയുടെയും വീണയുടെയും കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് ഇനി ഒന്നും അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് പിന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്തി അവളുടെ ഓപ്പറേഷൻ നടത്തുക. അല്ലെങ്കിൽ അവൾക്ക് നൽകാവുന്ന എല്ലാ സന്തോഷങ്ങളും നൽകി അവൾ മരണത്തിന് കീഴടങ്ങുന്നത് നോക്കി നിൽക്കുക. നോ, ഇല്ല അനന്തു, അവൾ അങ്ങനെയൊന്നും മരണത്തിന് വീട്ടിൽ കൊടുക്കില്ല ഞാൻ. എന്തൊക്കെ വന്നാലും ശരി, അവൾക്ക് വേണ്ടി ഒരു ഡോണറെ ഞാൻ കണ്ടെത്തും. ഈ കാശിനാഥൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ശ്രീപാർവതി ഉണ്ടാകും. ഇനി അഥവാ ശ്രീപാർവതി ഇല്ലെങ്കിൽ കാശിനാഥനും ഉണ്ടാവില്ല. അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങി. അനന്ത് അമ്പരപ്പോടെ അവനെ നോക്കി. പിന്നെ തിരിഞ്ഞ് വീണയെ നോക്കി. വീണ നിറക്കണ്ണുകളോടെ അവനെ നോക്കിയ ശേഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ബീച്ചിലെ ബെഞ്ചിലിരുന്ന് ഓരോന്നോർത്ത് കരയുകയായിരുന്നു കാശി. പാർവതിയുടെ ഓർമ്മകൾ കൺമുന്നിൽ തിരിഞ്ഞതും അവന് ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ജിതൻ അവിടേക്ക് വന്നത്. കാശിയെ കണ്ടതും അവൻ ആശ്വാസത്തോടെ നിന്നു. പിന്നെ അവൻ്റെ അരികിലേക്ക് ചെന്നു. കാശി! ജിതൻ്റെ ശബ്ദം കേട്ട് അവൻ മുഖം തിരിച്ച് അവനെ നോക്കി. നീ എന്ത് പണിയാടാ ഈ കാണിച്ചത്? ആരോടൊന്നും പറയാതെ എങ്ങോട്ടാണ് നീ പോയത്? നിന്നെ പിടിച്ചിട്ട് കിട്ടാൻ വീണയെ എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം മുതൽ ഓടുകയാണ് നിന്നെ തിരക്കി. ഒടുവിൽ നിൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്താൽ ഇങ്ങോട്ട് വന്നത്. നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. എനിക്ക് കാര്യം കാണണ്ട. അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? അറിഞ്ഞില്ല നീ വിശേഷങ്ങളൊക്കെ. എൻ്റെ പാറു, അവൻ പറയാനാക്കാതെ കരഞ്ഞു. അതിന് നീ ആരോടും പറയാതെ ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് എന്നിട്ട് എന്താ കാര്യം? അവളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമല്ലേ നോക്കുന്നത്? എന്ത് മാർഗമാടാ? ഡോക്ടർമാർ തന്നെ പറഞ്ഞു ചികിത്സ കൊണ്ട് ഫലമില്ലെന്ന്. പിന്നെ എന്താടാ ഒരു വഴി? ഡോക്ടർ പറയുന്നതല്ല ജീവൻ്റെ അവസാന വാക്ക്. അതിനപ്പുറം ഈശ്വരൻ എന്നൊരാളുണ്ട്. ആരെപ്പോൾ ജനിക്കണം എന്നും എപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കണം അദ്ദേഹം, നമ്മളല്ല. മരുന്നിനേക്കാളും ശക്തിയുള്ള മറ്റു പലതും ഉണ്ട്. അതിലൊന്നാ സ്നേഹം. ഇത്രയും വലിയ രോഗം വെച്ച് US എന്ന മഹാനഗരത്തിൽ നിന്ന് ആരോട് പറയാതെ അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നിന്നോടൊപ്പം ജീവിക്കണമെന്നുള്ള ആശ കൊണ്ടാണ്. മരുന്നിനേക്കാളും അവൾക്ക് ഇപ്പോൾ ആവശ്യം നിൻ്റെ സാമീപ്യ, സ്നേഹമാണ്. അത് നീ മനസ്സിലാക്കണം. കാശി ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ആ സമയം ജിതൻ്റെ ഫോൺ അടിച്ചു. അവനതെടുത്തു. ഹലോ വീണ ആണോ? അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. ശരി. അവൻ കോൾ കട്ട് ചെയ്ത് കാശിയെ നോക്കി. വീണയാണ് വിളിച്ചത്. പാർവിന് ബോധം തെളിഞ്ഞു. അവളെ റൂമിലേക്ക് മാറ്റി. നിന്നെ അവൾ അന്വേഷിക്കുന്നുണ്ട്. ബാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇല്ലടാ, എനിക്ക് വയ്യ. അവളെ കണ്ട എൻ്റെ ചക്ക പൊട്ടിപ്പോവും. നിനക്കറിയുമോ, നെഞ്ച് കുത്തിക്കീറുന്ന വേദനയോടെ അന്ന് ഞാൻ അവളെ മറന്ന് വീണയുടെ കഴുത്തിൽ താലി കെട്ടിയത്. അന്ന് മുതൽ ഇന്നോളം മനസ്സമാധാനത്തോടെ ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. അവളെ ഓർത്ത് വേദനയ്ക്കകത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്നോടുള്ള ദേഷ്യത്തിന് അവൾ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ച് സുഖമായി എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവുക എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അവളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലടാ, അവൻ വിഷമത്തോടെ പറഞ്ഞു. ദൈവത്തിൻ്റെ നിശ്ചയം എന്തായാലും നമുക്ക് തടയാൻ കഴിയില്ലല്ലോ. അതവളുടെ വിധിയെന്നോർത്ത് സമാധാനിക്കാം നമുക്ക്. അങ്ങനെ അവളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ വയ്യടാ. അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്ക് അവളെ രക്ഷിക്കണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും, അവൻ പറഞ്ഞു.
അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിച്ച് ചെയ്യാം. ഇപ്പോൾ നീ വാ, പാറു കുറേ നേരമായി നിന്നെ അന്വേഷിക്കുന്നുണ്ട് അത്രേ. ഇനിയും നിന്നെ കണ്ടില്ലെങ്കിൽ അവൾക്ക് വിഷമാകും. ഈ സമയത്ത് അവളുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നീ വാ. അതും പറഞ്ഞ് ജിതൻ അവൻ്റെ തോളിലൂടെ കൈയിട്ട് നടന്നു. വാതിൽ തുറന്ന് ജിതൻ അകത്തേക്ക് വന്നു. ഒരു പാത്രത്തിൽ കഞ്ഞിയും എടുത്ത് പാർവതിയുടെ അരിയിലിരിക്കുകയായിരുന്നു വീണ. ഇത്തിരിയെങ്കിലും കഴിക്കു പാറു, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജിതൻ അവിടേക്ക് വന്നത്. എന്തു പറ്റി? നോക്ക് ജിതേട്ട, ഇത്തിരി നേരമായിട്ട് ഒരു വാക്ക് കഴിച്ചിട്ടില്ല, മരുന്ന് കഴിക്കാനുള്ളതല്ലേ വീണ പറഞ്ഞു. എന്താ പാറു കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുകയാണോ? അത് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട. കണ്ണേട്ടനെവിടെ? എന്താ എന്നെ കാണാൻ വരാത്ത? എന്നോട് ദേഷ്യമാണോ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേഷ്യമോ? അവന് നിന്നോട് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാൻ കഴിയുമോ? അവൻ്റെ പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. അതും പറഞ്ഞ് ജിതൻ ചെന്ന് ഡോർ തുറന്നു. കയറി വാടാ അവൻ പറഞ്ഞു. കാശി പതിയെ മുറിയിലേക്ക് വന്നതും അവളുടെ മനം തുടിച്ചു. അവളെ നോക്കി പുഞ്ചിരിക്കവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വീണ, താനൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് ക്യാൻറ്റീനിൽ ചെന്ന് വലുത് കഴിക്കാം. അവരെ തനിച്ചു വിടാനായി ജിതൻ പറഞ്ഞു. ശരി കാശേട്ടാ, അവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഈ കഞ്ഞി കുറച്ച് കുടിപ്പിക്കാൻ നോക്ക്. കഞ്ഞി അവന് നൽകിയ ജിതനോടൊപ്പം അവൾ പുറത്തേക്ക് നടന്നു. കാശി അവളുടെ അരികിൽ വന്നിരുന്നു. കണ്ണേട്ടൻ എവിടെ പോയത് ഇത്രയും നേരം? അത് എല്ലാവർക്കും ഇപ്പോൾ എനിക്കെന്തോ സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേഷ്യമുണ്ടോ കണ്ണേട്ടന്? വെറുപ്പ് തോന്നുന്നുണ്ട് എന്നോട്? ദേഷ്യം? എന്തിന് നിന്നെ വെറുക്കാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് പറു? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക്. സങ്കടമാണ് ഈ വിവരം. നേരത്തെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അറിയാതെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ? അതിനെല്ലാം മാപ്പ്. കണ്ണേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. മാപ്പ് ചോദിക്കുന്ന ഞാനാ സമാധാനമായി കഴിഞ്ഞിരുന്ന കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതിന്. പിന്നെ ഇപ്പോൾ ഈ മനസ്സ് വേദനിപ്പിച്ചിന്. മരണം അടുത്ത് നിന്ന് അറിഞ്ഞപ്പോൾ ആകെ ഒരു മരവിപ്പായിരുന്നു. കണ്ണേട്ടൻ എന്നെ വിട്ട് പോയപ്പോൾ ജീവിക്കണമെന്ന് പോലും തോന്നിയിരുന്നില്ല. പലപ്പോഴും മരണത്തെ ഞാൻ കൊതിച്ചിരുന്നു. പക്ഷേ മരണം അടുത്തപ്പോഴെന്തോ ജീവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നി. ഒരു ദിവസം കണ്ണേട്ടൻ്റെ കൂടെ കണ്ണേട്ടൻ്റെ ഭാര്യയെ ജീവിക്കണമെന്ന് ആശ തോന്നി. മരണം എടുക്കുമ്പോൾ വല്ലാത്തൊരു ചങ്കൂറ്റവും ധൈര്യമൊക്കെ തോന്നും. അതിൻ്റെ ഫലത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. കുറച്ച് ദിവസം കണ്ണേട്ടനോടൊപ്പം കഴിഞ്ഞ് ആരോട് പറയാതെ തിരിച്ചു പോകാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന സത്യങ്ങൾ അറിഞ്ഞപ്പോൾ, എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ എൻ്റെ വിധിയെ തന്നെ ഞാൻ ശപിച്ചു പോയി. ഇവിടെ വരുന്നത് വരെ മരണത്തിന് ഞാൻ ഭയന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കൊതി തോന്നുന്നു കാശിയേട്ടാ. ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അവൾ പൊട്ടിക്കരഞ്ഞു. കാശി അവളെ കെട്ടിപ്പിടിച്ച്. കരയിലെ പാറു, നിനക്കപ്പം ഞാനുണ്ട്. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മരണത്തിലായാലും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇത് കാശിനാഥൻ്റെ വാക്കാണ്, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നീ കഞ്ഞി കുടിക്ക്, അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ചു. കാശി കോരിക്കൊടുത്ത കഞ്ഞി അവൾ കുടിച്ചു. അപ്പോഴേക്കും സിസ്റ്റർ വന്ന ടാബ്ലറ്റ് കൊടുത്തു. അതും കഴിച്ച് അവൾ കിടന്നു. കാശി അവളുടെ നെറുകിൽ തലോടി. ഉറങ്ങിക്കോ, ഞാനുണ്ട് ഇവിടെ, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കൈ മുറുകെ പിടിച്ചു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ ഉറങ്ങിയതും എന്തോ നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെ കാശിനാഥൻ പുറത്തേക്ക് നടന്നു. തുടരും.